കോൺഗ്രസിനെ വിളിക്കുന്നതിൽ ആ കൺഫ്യൂഷൻ ഇല്ലാത്തതിന് കാരണം എന്താണ്? ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ കിക്ക് സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസിനെ വിളിക്കൽ വഴി അവർ വന്നാലും വന്നില്ലെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കുക, കയ്യാലപ്പുറത്തെ തേങ്ങ പോലാക്കുക എന്ന നിലപാടായിരുന്നില്ല യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം? ശ്രീ എസ് സുരേഷ്. ശ്രീ ഹാഷ്മി, അയോധ്യയിൽ ഉയരുന്ന ക്ഷേത്രവും അതോടൊപ്പം തന്നെ അവിടെ ഉയരുന്ന മസ്ജിദും ഈ രാജ്യത്തിൻ്റെ പരിപാവനമാർന്ന സംസ്കാരത്തിൻ്റെയും ഈ രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യത്തിൻ്റെയും ഉദാത്തമാർന്ന മാതൃകയായിട്ടാണ് ഉയർന്നു വരുന്നത്. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് 500 വർഷത്തിന് ശേഷം ഈ രാജ്യത്ത് 500 വർഷങ്ങളായി നിരവധി മുസ്ലിം സഹോദരന്മാരും നിരവധി ഹിന്ദു സഹോദരന്മാരും പരസ്പരം കലാപങ്ങളും വെട്ടിയും കുത്തിയും ഒക്കെ കൊല്ലപ്പെട്ട് രക്തരൂക്ഷിതമായ 500 വർഷമാണ് അയോധ്യയുടെയും ബാബറി മസ്ജിദിൻ്റെയും പേരിൽ ഈ രാജ്യത്തിനുണ്ടായത്. അതിനെല്ലാം തന്നെ പരിഹാരം കണ്ടുകൊണ്ട് ക്രിയാത്മകമായിട്ട് ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനവും കാരണം അയോധ്യയിലെയോ ഉത്തർപ്രദേശിലെയോ ഹിന്ദുവിനും മുസൽമാനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലാതെ ആ വിഷയം ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ആ പരിഹരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭവ്യമാർന്ന ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥലത്ത് ഭവ്യമായ ഒരു ശ്രീരാമക്ഷേത്രവും അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദിന് ഭവ്യമായിട്ടുള്ള രീതിയിൽ ഒരു മസ്ജിദും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും, ശ്രീരാമക്ഷേത്ര നിർമ്മാണവും അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദിൻ്റെ നിർമ്മാണവും ഒക്കെ ഈ രാജ്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു ദിനമാണ്. ആ ദിനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാരല്ല, അത് ഈ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മാണ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാനും ആ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ രാജ്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു ദിനമെന്ന നിലയിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രമുഖ വ്യക്തിത്വങ്ങളെയും അവിടേക്ക് ക്ഷണിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ സാംസ്കാരിക അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിലെ കായിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് മുഴുവൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് കോൺഗ്രസിനും കത്ത് കൊടുത്തിരിക്കുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്വാനിജിക്കും അതോടൊപ്പം തന്നെ മുരളി മനോഹർ ജോഷിക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കത്ത് കൊടുത്തു കഴിഞ്ഞു. അല്ല, ഈ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എല്ലാവർക്കും കത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കേണ്ട ആൾക്കാരാണോ ശ്രീ എസ് സുരേഷ്? ഞങ്ങൾ പങ്കെടുക്കണോ വേണ്ടയോ? അദ്വാനിയും മുരളി മനോഹർ ജോഷിയും എല്ലാവർക്കും ഇപ്പോൾ സോണിയാഗാന്ധി കത്ത് കൊടുക്കുന്ന പോലെ ആ നിരയിൽ കത്ത് കൊടുക്കേണ്ട ഒരാളാണോ നിങ്ങൾക്ക്, ബി.ജെ.പിക്ക്? ചമ്പത് റായ് ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം അങ്ങോട്ടേക്ക് അവിടെ വലിയ ആൾക്കൂട്ടം വരുന്നതാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ നിലപാട് സ്വീകരിച്ചതാണ്. അത്തരത്തിലുള്ള വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചമ്പത് റായ് പറഞ്ഞത് അദ്വാനിജിയെയും മുരളി മനോഹർ ജോഷിയെയും കണ്ട് ക്ഷണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വാക്കെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ വക്താവല്ല, ഞാൻ അത്രേ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അദ്വാനിജിയെയും മുരളി മനോഹർ ജോഷിയും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും അവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതര മുസ്ലിം സഹോദരന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, ഇതര മതസ്ഥരെ ക്ഷണിച്ചിട്ടുണ്ട്, അവിടെയുള്ള പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, സിനിമാ താരങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം ആ അയോധ്യയിലേക്ക് 22-ാം തീയതി വരണമെന്ന ആഗ്രഹത്താൽ അതിൻ്റെ ക്ഷേത്ര നിർമ്മാണ സമിതി എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ടവർ പോണോ പോണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ കത്ത് കിട്ടിയവരാണ്. സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ്? കോൺഗ്രസിന് കോൺഗ്രസിനുള്ള പ്രശ്നം എന്താണ്? കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയിട്ട് മാറാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് സമസ്ത വിരട്ടിയപ്പോൾ, മുസ്ലിം ലീഗ് വിരട്ടിയപ്പോൾ കോൺഗ്രസിൻ്റെ പാരമ്പര്യം കോൺഗ്രസ് മറന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ നേരത്തെ സനാതന ഹിന്ദുവാണ് ഞാനെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യവും അതോടൊപ്പം തന്നെ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി അവിടെ തുറന്നുകൊടുത്ത കോൺഗ്രസിൻ്റെ പഴയ നിലപാടും അവിടെ ശിലാന്യാസം നടത്തുന്ന സമയത്തെടുത്ത നിലപാടും എക്കാലത്തും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് നിന്നിരുന്ന പഴയ കോൺഗ്രസിൻ്റെ സംസ്കാരം കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്നു.
ഇവിടെ നെഹ്റു ഒരു മതവിശ്വാസിയല്ലാത്ത നെഹ്റു ആണ് ഇവിടുത്തെ മതേതരത്വത്തിൻ്റെ പ്രതീകമെന്നും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതീകമെന്നും അവതരിപ്പിക്കപ്പെടുമ്പോൾ മഹാത്മാഗാന്ധിയെയും അതോടൊപ്പം തന്നെ രാജേന്ദ്ര പ്രസാദിനെയും നമ്മുടെ അങ്ങനെയുള്ള ഒട്ടനവധി നേതാക്കന്മാരെ അവരുടെ നിലപാടുകളെ നിഷേധിക്കലും കൂടിയാണ്. ഈ രാജ്യത്തിന്റെ ഭാഗമായിട്ട് നിന്ന കോൺഗ്രസ് അടിയാളന്മാരായിട്ട് മാറാൻ വെമ്പൽ കൊള്ളുമ്പോഴാണ് ഈ പ്രശ്നം താങ്കൾ പറഞ്ഞു വെക്കുന്നു. ഓക്കെ.